ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസവും അതിനോടൊപ്പം നല്ലൊരു സ്വാതന്ത്ര്യ ദിനവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മീരേനെയും ശ്രുതിനെയാണ്. അങ്ങനെ നമ്മുടെ മീര പറയാണ്, നിന്റെ മകൻ അവിടെ നിരാഹാര സമരം ഇരിക്കുകയാണ്, നീ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ, സ്കൂളും വീടും എല്ലാം സെറ്റായല്ലോ, ഇനിയിപ്പോ സെറ്റാകാൻ ഒന്നുമില്ല, എല്ലാം സെറ്റായതല്ലേ, എന്തിനാ വെറുതെ അവനെ അവിടെ ഇട്ട് നിരാഹാര സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത്? അവനെ ഭയങ്കര നിരാഹാരമാണ്, മിക്കവാറും ഒരു രാഷ്ട്രീയ നേതാവാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് നിന്റെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ അവര് ഇവിടെ വരുന്നതും നിന്റെ കൂടെ താമസിക്കുന്നതൊക്കെ നിനക്ക് വലിയൊരു ആശ്വാസം ആവൂടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് എങ്ങനെ ആശ്വാസം ആവുന്ന മീരെ നീ പറയുന്നത്? അവരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ അവരിവിടെ വന്നത് സച്ചിയോ രേവതിയോ ആരെങ്കിലും ഒക്കെ അറിഞ്ഞത് വലിയ പ്രശ്നമാവൂലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമാവില്ല, അവരിങ്ങോട്ട് താമസം മാറിയതാണെന്ന് അവർ പറഞ്ഞോളും. പിന്നെ അവർക്ക് ആദ്യനെ എന്നാ ഇഷ്ടാണെന്നറിയാമോ? അവരെന്നും എന്നും എന്നും വീട്ടിൽ ഇറങ്ങി കയറി നടക്കും. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല. ഏതെങ്കിലും ഒരു സാഹചര്യവശാല് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ, പിന്നതേ അടുത്ത കള്ളത്തരവും പൊളിയും. എനിക്കാകെ കൂടി ടെൻഷനാ മീരെ, വെറുതെ എന്തിനാ എല്ലായിടത്തും തലയിൽ മുകളിൽ വെച്ച് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത്? പിന്നെ സച്ചിനെ രേവതിനെ നിനക്ക് നന്നായിട്ട് അറിയത്തില്ലേ? ഇടി, നീ അവരുടെ കൂടെ താമസിക്കണ്ട, എന്നും പോയി കണ്ടാ മതി, ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവും വരില്ല. ശ്രുതി, നീ ഒന്ന് നോക്ക്, ഈ സ്കൂളും വാടക വീടും ഉൾപ്രദേശത്താ ഉള്ളത്, അതുകൊണ്ട് അവര് കാണൂന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. ഓ, ആ രേവതി പൂവായിട്ട് നാട് നീളെ അലയുന്നവളാ. ആ സച്ചി ആണെങ്കിൽ കാർ ഡ്രൈവറും, അതൊക്കെ നീ മറന്നോ? അല്ല പിന്നെ നീ എന്തിനാടി ഈ കുഞ്ഞിന് ആഗ്രഹം കൊടുത്തത്? അവൻ ആഗ്രഹിച്ചു പോയില്ലേ? അവനോട് എന്തിനാ വീടും സ്കൂളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്? ഓഹ്, എന്റെ പൊന്നും മീരെ, നീ എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ പറഞ്ഞതല്ല. നീ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു, നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അവരുടെ സന്തോഷം കൂടി നോക്കണ്ടേ? ശരി, കൂട്ടിക്കൊണ്ടു വരാം, പക്ഷെ എന്റെ മനസമാധാനം പോകൂടി. കുഴപ്പമില്ല, അവരിങ്ങോട്ട് വരട്ടെ, ഒരു കണക്കിന് അതാ നല്ലതെന്ന് തോന്നുന്നു. പിന്നെയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആശ്വസിക്കാണ് കേട്ടോ. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശരത്തിനെ രേവതിനെ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുക, അല്ല എന്താ ശരത്ത് നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ദേവി ചേച്ചിയുടെ കാര്യം പറയാനാ. അതെ ചേച്ചി ഭയങ്കര വിഷമത്തില, ഇനി കല്യാണമേ വേണ്ടെന്ന ചേച്ചി പറയുന്നത്, അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ചേച്ചി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. നമ്മുടെ കല്യാണം സച്ചേട്ടന്റെ സമ്മതത്തോടു കൂടി നടക്കില്ല, അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി അല്ലാതെ കല്യാണം നടന്ന കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, ചേച്ചിയും സച്ചേട്ടനും തമ്മിൽ അകലും, അതുകൊണ്ട് ഇനി ഈ ബന്ധം വേണ്ട, എന്നെ മറക്കണം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അതെപ്പം അവൾ പോയി പറഞ്ഞു? അപ്പം അരുൺ എന്താ പറഞ്ഞത്? അതൊന്നും എനിക്ക് അറിയില്ല ചേച്ചി. അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതമ്മ പറയുന്നില്ലെന്നേ ഉള്ളൂ, സച്ചേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അതൊക്കെ എനിക്ക് അറിയാം മോനെ. അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അത് പിന്നെ രേവതി ചേച്ചി, ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിയാ അമ്മയ്ക്ക്. ദേവുവിന് അരുണിനെ മറക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ അവൾ അരുണിന്റെ വീട്ടിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞെന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട്. അത് പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതാ, ദേവു അരുണിനെ കെട്ടിയത് കൊണ്ട് എന്നെ സച്ചേട്ടൻ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്ന്. അല്ല, ഉപേക്ഷിക്കത്തില്ലായിരിക്കും, പക്ഷെ ഇതിന്റെ പേരിൽ വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവൂലോ. നിങ്ങൾ അകലുന്നത് കാണാൻ കാത്തിരിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. എന്തായാലും അവൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞതൊട്ട് ശരിയായില്ല മോനെ. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് വേണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് കാണാൻ വയ്യ ചേച്ചീനെ. ചേച്ചി ആകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. ചേച്ചിക്ക് അറിയാലോ, വളരെ കഷ്ടപ്പെട്ട വളർന്നതും ഒക്കെ. വീട്ടുകാരെ എതിർത്ത് ചേച്ചി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആര് നല്ലവൻ ആര് മോശമാണെന്ന് ഒന്നും തിരിച്ചറിയാൻ ഉള്ള കഴിവില്ലാത്തവളൊന്നും അല്ലല്ലോ ചേച്ചി. ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി ഇന്നേക്ക് ഇതുവരെ നമ്മളോട് ഒരാഗ്രഹവും പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടല്ലേ ഒരാഗ്രഹം പറയുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ. സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കുന്നത് വലിയ തെറ്റാണോ? അതെനിക്ക് തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല. സച്ചേട്ടൻ മനസ്സ് വെച്ചാലേ ചേച്ചിയുടെ ആഗ്രഹം നടക്കും, അത് ഉറപ്പായ കാര്യമാണ്. സച്ചേട്ടൻ മാത്രം മനസ്സ് വെച്ചാൽ മതി. സച്ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്ക്. സച്ചേട്ടന്റെ ഭാഗത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ ന്യായമൊക്കെ ഉണ്ട്. കാരണം ഇത്രയും പ്രശ്നമൊക്കെ ആയതാണല്ലോ. പക്ഷെ ദേവി ചേച്ചിയോടും നമ്മുടെ കുടുംബത്തിനോടും ഉള്ള സ്നേഹം കൊണ്ട് സച്ചേട്ടൻ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത് അത് ദേവി ചേച്ചിനെ ഒരുപാട് ബാധിക്കും. ചേച്ചി ദേവി മനസ്സ് നമ്മൾ കാണണ്ടേ? ആ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ നടത്തി കൊടുക്കുക? ദേവി ചേച്ചിക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശമില്ലേ, അധികാരമില്ലേ? അതൊക്കെ
അതൊക്കെ ഇങ്ങനെ ഒരു വിലങ്ങുതടി പോലെ വന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ സച്ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, സച്ചേട്ടൻ പറഞ്ഞത് പലതും സത്യമായിട്ടുണ്ട്. എന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ സങ്കടം കാണാൻ കഴിയലാഞ്ഞിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. സച്ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ സംസാരിക്കാത്തത് കൊണ്ടാണോ? അത് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സച്ചേട്ടൻ്റെ മനസ്സൊന്ന് മാറ്റിയേ പറ്റൂ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദേവി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വരെ പേടിയാ എനിക്ക്. ചേച്ചിയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല. വേണ്ട രീതിയിൽ സംസാരിച്ച സച്ചേട്ടൻ സമ്മതിക്കും. ചേച്ചി ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം, നീ വിഷമിക്കാതിരിക്കുക. ഞാനൊന്ന് പറയട്ടെ. അല്ല, നീ ദേവുവിനെ ഒന്ന് സമാധാനിപ്പിക്കണം കേട്ടോ. എപ്പോഴും ദേവുവിന് മേലൊരു കണ്ണ് വേണം. എന്തായാലും അവളുടെ ആഗ്രഹം നടക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. നടന്നാ മതിയായിരുന്നു ചേച്ചി, നടന്നാ മതിയായിരുന്നു. ഇല്ലെങ്കിൽ പാവത്തിന്റെ സങ്കടം നമ്മൾ തന്നെ കാണേണ്ടി വരും. അത് എല്ലാവരെയും ഇങ്ങനെ മാറി മാറി പ്രേമിക്കുകയും സ്നേഹിക്കുന്നു ഒന്നും കൂട്ടത്തിലുള്ളതല്ലല്ലോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനാണ്. അപ്പൊ ശ്രീകാന്ത് ആരെയോ വിളിക്കുവാണ് കേട്ടോ. ശ്രീകാന്ത് ആരെയോ വിളിച്ചിട്ട്, ആരെയോ വിളിക്കുകയല്ല, നമ്മുടെ രവീന്ദ്രനെ വിളിക്കുകയാണ്. അപ്പം അമ്മേനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെയാണ് രവീന്ദ്രൻ പറയുന്നത്. അതായത് ചന്ദ്രനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കൈ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട, കൊടുക്കുമൊന്നും വേണ്ട എന്നിങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് വഴക്ക് പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ മെഡിസിൻ മേടിക്കാൻ പോയത്? ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ മറു സൈഡിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മേടിക്കണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ വേണ്ട, ഒന്നും മേടിക്കണ്ട, അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അല്ല, അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഇവിടെ ഇരിപ്പുണ്ട്, കിടക്കുമൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ വർഷേനെ കാണിക്കുക. വർഷ ഏതോ ഒരു പുസ്തകമൊക്കെ ഇങ്ങനെ വായിച്ചു പറക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വെച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് പോവാണ്. നോക്കിയപ്പോഴത്തേക്കും വർഷ ഇങ്ങനെ പ്രഗ്നൻസിയുടെ എന്തോ ബുക്കൊക്കെയാണ് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ശ്രീകാന്തിന് തോന്നുകയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പം പ്രശ്നമൊക്കെ ഇല്ലാതെ അങ്ങ് പോകുന്നു. അതായത് മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ബുക്സ് ഒക്കെയാണ് നമ്മുടെ ശ്രീകാന്ത് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം എന്ത് ചെയ്യുന്നു, ആ പുസ്തകത്തിന്റെ മറവില് ഒരു ഫോൺ വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പുസ്തകം വായിക്കുന്നൊന്നുമില്ല, ഗെയിം കളിക്കുന്നു. ഇത് കണ്ടത് ശ്രീകാന്തിന് ദേഷ്യം വന്നു. ശ്രീകാന്ത് ചോദിച്ചു, എന്താണ് ഈ കാണിക്കുന്നത്? നിനക്ക് ഉപകാരപ്പെടുന്ന ഓർത്തിട്ടല്ലേ ഞാൻ ഇത് മേടിച്ചോണ്ട് വന്നത്? നിനക്ക് എന്താ ഒരു സീരിയസ്നെസ് ഇല്ലാത്തത്? അത് പിന്നെ എനിക്ക് ആവശ്യത്തിന് വീട്ടിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ ഫീച്ചറൊക്കെ വായിച്ച് കൂട്ടുന്നത്? അത് പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ, അങ്ങനെയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ്, നീ വായിക്കാൻ ശ്രീകാന്തിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനല്ല പ്രഗ്നന്റ്, നീ അല്ലേ പ്രഗ്നന്റ്? ഞാനാ പ്രഗ്നന്റ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലുള്ള പുസ്തകങ്ങളൊന്നും എനിക്ക് വേണ്ട. ഗർഭകാലത്തെ ഓരോ പരിചരണം, വല്ല ഹൊററിന്റെ പുസ്തകം വല്ലതും ആണെങ്കിൽ ഞാൻ വായിച്ചോളാം, അല്ലാതെ ഈ ഫീച്ചറൊന്നും എനിക്ക് വേണ്ട. നീ അങ്ങോട്ട് കൊണ്ട് പുഴുങ്ങി തിന്നെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കൈ കൊടുത്തിട്ട് നമ്മുടെ വർഷം അങ്ങ് പോയി. ശ്രീകാന്ത് ആകെ പട തകർന്നു പോയിട്ടോ. ശ്രീകാന്ത് ഓർത്ത് അത് വായിച്ചിപ്പം നമ്മുടെ വർഷം നല്ല കുട്ടിയാവുന്ന. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കും, ഇവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ. അതിൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയാണ്. ആകെ നാണക്കേടായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് ചന്ദ്ര വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അത് പിന്നെ എല്ലാവരും അറിഞ്ഞു കാണും. ആകെ നാണക്കേടായില്ലേ അമ്മേ? ഞാൻ ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതിന് നിനക്ക് നാണോ മാനോ ഉണ്ടോ മോനെ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അമ്മ എന്താ അമ്മേ? നീ പറയുന്നത് കേട്ടാ തോന്നൂല്ലോ നീ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. എടാ, ഇതിനേക്കാൾ വലിയ കള്ളത്തരങ്ങൾ നീ കാണിച്ചിട്ടില്ലേ? നാണം കെട്ടിട്ടില്ലേ നീ? എന്നിട്ട് നീ പുറത്തിറങ്ങിയിട്ടില്ലേ? ആളുകളുടെ മുഖത്തും നോക്കിയിട്ടില്ലേ? എന്നിട്ടാണോ ഇപ്പൊ നീ നാണക്കേണ്ട കാര്യം പറയുന്നത്? എന്നോട് കള്ളം പറഞ്ഞതിന് കിട്ടിയ ശിക്ഷയാടാ ഇത്, ശിക്ഷ. അത് പിന്നെ അമ്മ, ഞാൻ ഇനി എങ്ങനെ ഷോറൂമിലേക്ക് പോകും? ആളുകളൊക്കെ എന്നെ നോക്കി ചിരിക്കത്തില്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാ ദിവസവും നീ ഷോറൂമിൽ പോകുന്നുണ്ടല്ലോ. മിക്കവാറും ആ കട അടുത്ത് നിന്ന് പൂട്ടേണ്ടി വരും. എന്തു അമ്മ ഈ പറയുന്നത്? കരിനാക്കെടുത്ത് വളയ്ക്കാതെ. എനിക്ക് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുക അമ്മേ. ആ ബാങ്ക് ജീവനക്കാർക്കും പോലീസിനും തെറ്റുപറ്റിയതാണെന്നും ആ മാല റോഡ് കൊണ്ടല്ലെന്നും ഒറിജിനലാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞ് ഒരു സെൽഫി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്താലോ? അപ്പം എൻ്റെ മുഖം രക്ഷിക്കാൻ വേറൊരു വഴിയും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടട്ടെ. എന്നാലേ നീ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമോനെ? ആണോ? പോസ്റ്റ് ചെയ്യട്ടെ. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ വെച്ച് കിടന്നിട്ടുള്ളൂ. ഇനി നിനക്ക് വേണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാം. അതിനാണോ നിന്റെ പരിപാടി? പോലീസ് നിന്നെ ഇടിച്ചു പിഴിഞ്ഞ് ജയിലിൽ കൊണ്ടിടും. നീ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. അത് പിന്നെ എനിക്ക് വയ്യ. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? ഒക്കത്തിനും കാരണം ആ ശ്രുതി. അവൾ ഒറ്റ
എൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ തന്നെ കാരണം അവൾ ഒറ്റയൊരുത്തിയാ. അതുകൊണ്ടാ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരുത്തിനെ കെട്ടാൻ ഞാൻ നിന്നോട് പറയുന്നത്. അപ്പൊ നീ കേൾക്കുന്നില്ലല്ലോ. നിനക്ക് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എടാ, മര്യാദയ്ക്ക് വേറൊരുത്തിനെ കെട്ട്. അവൾക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. അവള് ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല. ഇപ്പൊ റോൾഡ് ഗോൾഡ് കൊടുത്തു വിട്ട് പറ്റിച്ചതിന്റെ കാരണം തന്നെ അതാ. അതാ അതിന്റെ ഉദാഹരണം. ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ നീ എങ്ങനെ ജീവിക്കൂടാ? നീ അവളെ ഒഴിവാക്കി വേറെ കെട്ടുന്നതായിരിക്കും നല്ലത്. നീ വേറെ കെട്ടാൻ നോക്കിക്കോ. എങ്കിൽ നിനക്ക് സമാധാനമേലും കിട്ടും. വെറുതെ കെട്ടാനല്ല പറയുന്നത്, നല്ല സ്ത്രീധനം മേടിച്ച് കെട്ടാം. നമുക്ക് നാളെ ആ വക്കീലിനെ ഒന്ന് പോയി കണ്ടാലോ? ഡിവോഴ്സിന് കൊടുത്താലോ? ഓ, അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. ഓ, ഡീലറിനെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത്യാവശ്യമായിട്ട് ഡീലറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി വിട്ടിട്ട് നമ്മുടെ സുധി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അതിനവന് മറുപടിയില്ല, ഒഴിഞ്ഞു മാറുക. എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. ഇവന് എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല. ഇനി അവള് ഇവന് വല്ല കൈവശവും കൊടുത്ത് കാണുമോ? ഓ, അഞ്ചാറ് അവള് പൊളിക്കും. ഇനി എന്ത് കളി കളിച്ചാലും എൻ്റെ മോന്റെ ജീവിതത്തിൽ അവനിനി ഉണ്ടാവത്തില്ല, അവളിനി ഉണ്ടാവത്തില്ല. അത് ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും തന്നെയാ പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ അവളങ്ങോട്ട് ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഭയങ്കര വിഷമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ. നമ്മുടെ ദേവുവിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ രേവതിക്ക് വിഷമം. എങ്ങനെയെങ്കിലും സച്ചിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നു. സച്ചി വന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല എന്ത് പറ്റി സച്ചിട്ട് ഇപ്പം വന്നത്? അത് പിന്നെ ആകെ മൊത്തം വേർത്ത് നാറിയിരിക്കും, ഈ ഷർട്ട് ഒന്ന് മാറ്റണം, അതിനുവേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ഷർട്ട് മാറ്റുന്ന പോലെ നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റുക, അതായിരിക്കും നല്ലത്. അതെ സച്ചേട്ടാ, ദേവു അരുണിന്റെ വീട്ടിൽ പോയിരുന്നു. അവളെന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ആരോട് ചോദിച്ചിട്ട്? അവളെ ഇനി കാണരുത് വിളിക്കരുതെന്നൊക്കെ അവളോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? പിന്നെന്താ അവള് ഞാൻ പറയുന്ന കേൾക്കത്തില്ലേ? സച്ചേട്ടാ, ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേക്ക്. ദേ, അവള് അരുണിനെ കണ്ട് സച്ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം വേണ്ട എനിക്ക്. അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ കല്യാണം നടത്തിയാല് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വേണ്ട, ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ. ഞാൻ കാരണം മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും പെൺകുട്ടീനെ കല്യാണം കഴിക്കുക, എന്നെ മറന്നേക്ക എന്നൊക്കെയാ ചെന്ന് പറഞ്ഞത്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞോ? ഓ, അവള് മിടിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേതായാലും നന്നായി രേവതി, അതേതായാലും നന്നായി. ഇനി അവളുടെ മനസ്സ് മാറിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവളുടെ മനസ്സ് മാറിയില്ലോ. എന്റെ വാക്കിനപ്പം അവള് വിലയൊക്കെ കൊടുക്കണുണ്ട്. പഠിപ്പും ഇവരൊക്കെ ഉണ്ടല്ലോ, ചിന്തിക്കാനുള്ള ശേഷി അവക്കുണ്ട്. ഞാൻ പറയുന്നതിൽ ശരിയുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് കണ്ടിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവനോട്. അത് പിന്നെ സച്ചേട്ട, നിങ്ങൾ എന്റെ ഭർത്താവാ, എന്റെ എല്ലാം എല്ലാമാ. എന്റെ ജീവനാ, എന്റെ പ്രാണനാ. അതൊക്കെ സച്ചേട്ടന് അറിയാലോ. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ സച്ചേട്ടനോട്. ഓ, അപ്പം ഞാൻ എന്റെ ഭർത്താവാണെന്നുള്ള കാര്യം നീ മറന്നിട്ടില്ലല്ലോ? അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? ഓ, ഭയങ്കര സന്തോഷം. എന്റെ പൊന്ന് സച്ചേട്ട, തമാശ കള. ഞാൻ കാര്യമായിട്ടാ സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ സച്ചേട്ടന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് കരുതിയ കല്യാണം നടക്കില്ല എന്നും അവനെ മറക്കണമെന്നും ഒക്കെ ദേവു അരുണിനോട് പറഞ്ഞത്. അറിയാലോ. അവള് സച്ചേട്ടനെ കുറിച്ച് ചിന്തിച്ചു, എന്നെ കുറിച്ച് ചിന്തിച്ചു. എന്നാൽ അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടിക്കോട്ടെ, ഞാൻ എതിര് നിൽക്കുന്നില്ല. ഈ കല്യാണം നടന്നോട്ടെ എന്ന് സച്ചേട്ടൻ എന്താ സച്ചേട്ടാ ചിന്തിക്കാത്തത്? അവൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് സച്ചേട്ടന് തിരിച്ച് ചിന്തിച്ചൂടെ? അരുണിന്റെ അമ്മ വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അവളെ മറക്കാനൊന്നും സാധിക്കത്തില്ല. അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹബന്ധത്തില. ഈ കല്യാണം നിങ്ങാണ് നടക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി സച്ചേട്ടനെ ആയിരിക്കില്ലേ കുറ്റപ്പെടുത്തുന്നത്? എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, സാരമില്ല രേവതി. എന്നാലും എന്റെ ദൈവം രക്ഷപ്പെടൂല്ലോ. എന്റെ പൊന്ന് സച്ചേട്ട, ഇത് വല്ലാത്ത വാശി തന്നെയാട്ടോ. ഇത് എന്തൊരു വാശിയാ സച്ചേട്ട? ഇതൊന്നും എന്റെ വാശിയല്ല. അരുണാള് ശരിയല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ കൂടെ ദേവുവിന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയത്തില്ല. അവളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തെ വേണ്ടെന്ന് വെക്കുന്നത്. ഇത് ഞാൻ പലവട്ടം നിന്നോടും എല്ലാവരോടും പറഞ്ഞതല്ലേ. പക്ഷെ എന്താ മനസ്സിലാവാത്തത് രേവതി നിനക്ക്? അത് പിന്നെ സച്ചേട്ടൻ അരുണിനെ ഇഷ്ടമല്ല. നിങ്ങൾക്കിടയിലെ പ്രശ്നം കാരണമാണ് ഈ കല്യാണത്തിന് സച്ചേട്ടൻ സമ്മതിക്കാത്തതെന്ന് ബാക്കിയുള്ള എല്ലാവരും പറയത്തില്ല. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കോ ഒരു കുഴപ്പമില്ല, ഞാൻ എതിർക്കുന്ന കാര്യം എന്താ നിന്നോട് പറഞ്ഞല്ലേ. അതൊക്കെ ശരിയാണ്. അരുൺ സച്ചേട്ടനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അരുൺ വന്ന് ക്ഷമ ചോദിച്ചാല് സച്ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുവോ? ഇത് കേട്ടത് സച്ചിക്ക് വീണ്ടും ദേഷ്യം വന്നു. അങ്ങനെ നമ്മുടെ സച്ചി പറയാ, ദേ, അവൻ എന്റെ കാല് വീണും മാപ്പ് പറഞ്ഞാൽ പോലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. എല്ലാത്തിനും അപ്പുറം എനിക്ക് വലുത് ദേവുവിന്റെ ഭാവിയാ. അവനെ പോലെ ഒരുത്തന്റെ കയ്യിൽ ദേവുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദേവുവിന്റെ ജീവിതം നശിച്ചു പോവുള്ളൂ. അത് പിന്നെ ദേവു അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ.
അവക്ക് അരുണിനെ അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല. അവൾ ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെ വിവാഹം കഴിക്കാതെ മുരടിച്ചു പോവേണ്ടതാണോ നമ്മുടെ ദേവു? അതെ, ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവർ മറ്റൊരു തീരുമാനം എടുത്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അവന് അവളോട് അവന്റെ അവന്റെ കൂടെ ഇറങ്ങിപ്പോയ എന്ത് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്. എന്താ രേവതി, നീ അങ്ങനത്തെ വല്ല ഐഡിയയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ എന്തിനു പറഞ്ഞു കൊടുക്കണം? ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരങ്ങനെ ചിന്തിച്ചുകൂടായില്ലല്ലോ. ദേവു അങ്ങനെ ചിന്തിക്കത്തില്ല. ഞാൻ മാത്രമല്ല, അവളുടെ അമ്മയും അതിനെതിരാ. അറിയാലോ നിന്റെ അമ്മയുടെ കാര്യം. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് അവൾ അങ്ങനെ പോവത്തില്ല. ശരി, അവൾ പോവില്ല എന്ന് തന്നെ വെക്കാം. അരുണും അതുപോലെ തന്നെ അവന്റെ അമ്മയും കൂടെ വീട്ടിൽ വന്ന് എന്റെ അമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ സച്ചേട്ടന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓഹ്, എന്റെ പൊന്നു രേവതി ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി. സച്ചി അമ്പിനും വെല്ലിനും അടുക്കുന്നില്ല കേട്ടോ. രേവതി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് സച്ചി പറയാ, രേവതി എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. ഈ വിവാഹം നടത്തുവാണെങ്കിൽ നീ നടത്തിക്കോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ സച്ചി പിന്നെ മേലാൽ നിന്റെ വീടിന്റെ പടി കയറത്തില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു മരുമോനെ ഉണ്ടെന്ന് ഓർത്തിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരുവും വേണ്ട. നീയും പോയി കൂടിക്കോ കല്യാണത്തിന്, കുഴപ്പമില്ല. പക്ഷെ സച്ചി ഉണ്ടാവില്ല. പിന്നെ പുത്തൻ മരുമകനെ കിട്ടുമ്പോഴും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു പോലീസുകാരനൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പഴഞ്ചൻ മരുമകനെ ചിലപ്പോൾ മറന്നെന്നൊക്കെ ഇരിക്കും. എല്ലാവർക്കും ഞാൻ പറയുന്ന വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്നൊക്കെ ഇരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, പോലീസാണല്ലോ. അപ്പൊ പിന്നെ എന്താല്ലേ, ഏതായാലും ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, വേറൊന്നുമല്ല. ഈ കല്യാണത്തിന് സച്ചി കാണത്തില്ല. സച്ചിനെ എതിർത്ത് നിങ്ങൾ കല്യാണം നടത്തുന്നത് കൊണ്ടോ എന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ സച്ചി അവരുടെ മരുമകനായിട്ട്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലൊരു മരുമകനായിട്ട് പിന്നെ ഒരിക്കലും കാണരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളതും പറഞ്ഞ് സച്ചി അങ്ങ് പോവുക. വീണ്ടും വാശി എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിക്ക് ഭയങ്കര വാശി. അപ്പൊ നമ്മുടെ രേവതി വെച്ചപ്പോ ഞാനുമായിട്ടൊരു ബന്ധം സച്ചേട്ടൻ ഉണ്ടാവത്തില്ലേ? എന്നെ സച്ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, മരുമകൻ അല്ലാതാവുമ്പം സച്ചേട്ടന് എന്നെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അതല്ലേ ഞാൻ പറഞ്ഞത്. നീ എൻ്റെ അച്ഛനും അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വന്ന അവരുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ. അപ്പം നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം നീ എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ജീവനല്ലേ, പ്രാണനല്ലേ. ലോകത്ത് എന്ത് സംഭവിച്ചാലും എൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെ പറിച്ചു കളയാൻ പറ്റത്തില്ല രേവതി. നീ ഇല്ലെങ്കിലേ പിന്നെ ഈ സച്ചി ഉണ്ടോ? സച്ചി വെറും സീറോ ആയി പോവില്ലേ? എന്റെ പൊന്ന് സച്ചേട്ടൻ എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം സച്ചേട്ട. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ സച്ചേട്ടൻ കേൾക്കാത്തത്, മനസ്സിലാക്കാത്തത്? നീ പറയുന്നത് കേൾക്കാത്തത് എന്താണെന്നും മനസ്സിലാക്കാത്തത് എന്താണെന്നും നീ പിന്നെ അറിയും. അത് പിന്നെ സച്ചേട്ട, എനിക്ക് വേണ്ടി ഈ വിവാഹത്തിന് സച്ചേട്ടൻ സമ്മതിക്കണം. നീ പറയുന്ന എന്തും കേൾക്കാൻ ഞാൻ രേവതി. എന്റെ ജീവൻ വേണമെന്ന് പറഞ്ഞാലും നിനക്ക് ഞാൻ അത് തരും. പക്ഷേ നീ പറയുന്നത് മാത്രം ഞാൻ കേൾക്കത്തില്ല. അതൊരിക്കലും കേൾക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നോക്കൂ രേവതി, നമ്മുടെ ദേവുവിന് നല്ലൊരു ജീവിതമല്ലേ വേണ്ടത്, നല്ലൊരു ഭാവിയല്ലേ വേണ്ടത്. എനിക്ക് അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ. അവള് വേറെ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ, പക്ഷെ ഇവൻ വേണ്ട. ഇവനെ ആളത്ര ശരിയല്ല രേവതി. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അവനെങ്ങാനും ദേവുവിന് കൈ പിടിച്ചു കൊടുത്താൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അവളുടെ ജീവിതം തകർക്കുന്നത് പോലെ ആവില്ലേ? മനസ്സാക്ഷി ഇല്ലാത്തവന വേണ്ട രേവതി. നിനക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ രേവതി? ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേട്ടൂടെ രേവതി? അത് പിന്നെ സച്ചേട്ട, ഞാന് വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടായിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് 2 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായിരുന്നു കേട്ടോ. 2 ദിവസം രാവിലെ ഒന്നും തല പൊങ്ങാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും നേരെ ഒന്നും ആയിട്ടില്ല. എന്തായാലും എന്തൊക്കെയോ കുറച്ച് ആശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഓർത്തത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും ഇവിടെ പനിയാ, മക്കൾക്കും എല്ലാവർക്കും അതെ. പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസുഖങ്ങളാണ്. കർക്കിടകമായിട്ട് ഭയങ്കര സുഖമാണ് ഇവിടെ എല്ലാവർക്കും. ഇപ്പം കർക്കിടകമൊക്കെ ആയതുകൊണ്ട് ആയിരിക്കാം ഇതുപോലെ പനിയൊക്കെ വരുന്നത്. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, പനിയൊക്കെ പെട്ടെന്ന് മാറാനായിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.